നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. സ്വർണ്ണക്കടത്തിൽ പിടിയിലായവരെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള സമീപനമാണ് പോലീസ് ചെയ്യുന്നതെന്നും മാർട്ടിൻ ജോർജ്. തലശ്ശേരി പ്രസ് ഫോറത്തിൽ സജ്ജീകരിച്ച മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു. റബ്കോ ചെയർമാൻ കരൈ രാജൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച്. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കള്ള, ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക എന്നീ മുദ്രാവാക്യമുയർത്തി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോടതിയുടെ ഓർഡറുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങളില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശമില്ലാതെ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ പാടില്ല. അതിന് കൃത്യമായ ആധികാരികമാണ്. ഇതിന് ആരുടെയും ഒരു ഗവൺമെന്റ് പോലും ഒരു സാന്നിധ്യമില്ലാതെയാണ് ഉണ്ണികൃഷ്ണ പോറ്റി ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിന് സഹായം ചെയ്തു കൊടുത്തത് ആരാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകുന്ന കാര്യമാണ്. രണ്ടാമതും ഇത് സ്വർണം പൂശാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇതിൽ അവർ അപകടമണത്തു. ആ അപകടമണത്തപ്പോഴാണ് പ്രിയമുള്ളവരെ സ്പെഷ്യൽ കമ്മീഷൻ ഇടപെടുകയും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊടുക്കുകയും അങ്ങനെ വന്നപ്പോൾ അന്വേഷണത്തിലേക്ക് കിടക്കുകയും കോടതിയിലെത്തുകയും കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ADGPയെ വെച്ചുകൊണ്ട് SIT രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷമാകാറാകുന്നു. അധികാരം ഏറ്റെടുത്ത അന്നു മുതൽ സ്വജനപക്ഷപാതവും അഴിമതിയും തുടർന്നു വരികയാണ്. സ്വർണ്ണക്കടത്തിൽ പിടിയിലായവരെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള സമീപനമാണ് ഇവിടെയുള്ള പോലീസ് നടത്തുന്നതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വിശ്വാസികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത അന്തരീക്ഷം ശബരിമലയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് ഈ സർക്കാരിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ട് CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയാണ് CPM. എന്ത് നയമാണ് CPMനുള്ളത്? രക്തസാക്ഷികളെ വഞ്ചിച്ചു. അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അടിച്ചുമാറ്റിയവർക്ക് വേണ്ടി കുടപിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറി. കാര്യങ്ങൾ തുറന്നു പറയുന്നവർക്ക് നേരെ ആക്രമണവുമായി പോകുന്ന പാർട്ടിയായി CPM മാറി. ആശയപരമായ രാഷ്ട്രീയം CPM അവസാനിപ്പിച്ച് അക്രമ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VV പുരുഷോത്തമൻ അധ്യക്ഷനായി. T ജയകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, മേയർ P ഇന്ദിര, TO മോഹനൻ, റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി പ്രസ് ഫോറത്തിൽ സജ്ജീകരിച്ച മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു. റബ്കോ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, നിക്ഷാൻ ഇലക്ട്രോണിക്സ് എന്നിവയുടെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ സംവിധാനം റബ്കോ ചെയർമാൻ കരൈ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് ജോലി സംബന്ധമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പ്രസ് ഫോറത്തിൽ സജ്ജീകരിച്ച മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു. റബ്കോ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, നിഷാൻ ഇലക്ട്രോണിക്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മീഡിയ റൂം ഒരുക്കിയത്. റബ്കോ ചെയർമാൻ കരൈ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആധുനികമായ മുഷിപ്പില്ലാതെ ഒരു പ്രസ് മീറ്റ് നടത്താൻ സാധിക്കുന്ന സൗകര്യങ്ങളോടെയാണ് തലശ്ശേരി പ്രസ് ഫോറം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാറിയിട്ടുള്ളത്. ഇത് പലരെയും അസൂയാലുക്കളാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അസൂയ മൂത്ത് പലരും ഇങ്ങോട്ട് വരാതെയാവും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിരിക്കും. ഏതായാലും
മാധ്യമ മേഖലയിൽ നന്മയുടെ പക്ഷത്ത്, നേരിൻ്റെ പക്ഷത്ത് നിൽക്കാൻ എല്ലാ മാധ്യമപ്രവർത്തകർക്കും സാധിക്കണം. നമ്മുടെ ഈ നാടിൻ്റെ സാഹോദര്യവും സ്നേഹവും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു വലിയ ഗൗരവമേറിയ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും അതിൽ മുഷിപ്പില്ലാതെ അവരുടെ റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ ഇവിടുന്ന് ഉയർന്നു വരാൻ സാധിക്കണം. ഇവിടെ ഗ്രന്ഥകാരന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനീഷ് പാതിരിയാടാണ് തുടക്കം കുറിച്ചത്, ഒരു ഗ്രന്ഥകാരനായി തുടക്കം കുറിച്ചു. നവാസ് മേത്തർ ഇപ്പോൾ 2 ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവായി മാറിക്കഴിഞ്ഞു. അങ്ങനെ പുതിയ ഗ്രന്ഥകർത്താക്കളെയും കർത്തൃകളെയും സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ സ്വസ്ഥവും സമാധാനപരവുമായ ഒരു എഴുത്തന്തരീക്ഷം, ചിന്താന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടമായി പ്രസ് ഫോറം മാറട്ടെ. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. KPCC അംഗം സജീവ് മാറോളി, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP സുമേഷ്, റെപ്കോ പ്രൊഡക്ഷൻ മാനേജർ P സുഗേഷ്, EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ, പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് അനീഷ് പാതിരിയാട് എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി N സിറാജുദ്ദീൻ സ്വാഗതവും പ്രസ് ഫോറം ട്രഷറർ രവി പാലയാട് നന്ദിയും പറഞ്ഞു. പ്രസ് ഫോറത്തിന് തലശ്ശേരി സൈഖോ മൊബൈൽ ഡയറക്ടർ സജ്ജാദ് സ്പോൺസർ ചെയ്ത മൊബൈൽ ഫോണും ചടങ്ങിൽ കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഓണറേറിയം കൃത്യസമയത്ത് നൽകുക, ഗുണമേന്മയുള്ള ഫോൺ അടിയന്തരമായി നൽകുക, ഫോൺ ലഭ്യമാകുന്നതുവരെ ഗുണഭോക്താക്കളുടെ PRS നിർബന്ധമാക്കാതെ പോഷകാഹാര വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. വനിതാ ശിശുവികസന ഓഫീസിന് മുൻപിൽ നടന്ന സായാഹ്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അവരൊരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. കാരണം അവർ വേതനം വാങ്ങിക്കണോ എന്നുള്ളത് അവിടുന്ന് വലിയ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായി നേടിയെടുത്ത ആനുകൂല്യമാണ്. പക്ഷെ ഇവിടെ പാവങ്ങള് ഏറ്റവും ചെറിയ വേതനം ലഭ്യമാകുന്ന ഈ ജീവനക്കാർ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത ജീവനക്കാർ, അവർക്ക് ഭൂരിപക്ഷമല്ലെന്ന് ചോദിച്ചത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് സ്വാഭാവികമായിട്ട് ഫോട്ടോ എടുക്കുന്ന ക്യാമറ ഇല്ലെങ്കിൽ ഇപ്പോഴും നമുക്കറിയാവുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. K ശ്രീജ അധ്യക്ഷയായി. KB ഭവാനി, K അശോകൻ, MM അനിത തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച 38 ജനപ്രതിനിധികൾക്ക് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. വിജയാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച 38 ജനപ്രതിനിധികൾക്കാണ് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. വിജയാരവം സ്വീകരണ പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ ലീഗ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമൂഹത്തെ വീട്ടു ഭരണത്തിൽ മാത്രമല്ല നാട്ടിന്റെ ഭരണത്തിലും പങ്കാളിയാക്കുന്നതിനു വേണ്ടിയും സമൂഹത്തിന്റെ എല്ലാ കുതിപ്പിലും കിതപ്പിലും ഭാഗഭാഗാകുന്നതിനു വേണ്ടിയും ഈ സ്ത്രീ സമൂഹത്തെ പാകപ്പെടുത്തുന്നതിൽ മുസ്ലിം ലീഗ് പാർട്ടി ഈ സംസ്ഥാനത്ത് വിജയിച്ചു എന്നതാണ് വർത്തമാനകാല ചിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. അപ്പൊ അതിന്റെ പ്രയാസകരമായ ഘട്ടമൊക്കെ നമ്മൾ പറയേണ്ടതില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മത്സരിച്ച് വന്നവരും മത്സരിച്ച് ജയിച്ചു വന്നവരും ഒരുപാട് അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ
ഇന്നിവിടെ വന്ന് സംസാരിച്ച എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത് ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാനും നമുക്ക് സാധിക്കണം. അതിന് പാർട്ടിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതാണ് അടിവരയിടേണ്ടത്. ജയിച്ചു വന്നതോടുകൂടി നിങ്ങൾ കൗൺസിലർമാരായി, മെമ്പർമാരായി, പ്രസിഡന്റായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള, കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മുഹമ്മദ്, സെക്രട്ടറി ടി പി മുസ്തഫ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ മുഹമ്മദ് അലി, മണ്ഡലം ട്രഷറർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് പി പി എസ് സലാം അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് സ്വാഗതവും അലി നന്ദിയും പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് സോൺ സംഘടിപ്പിച്ച കായികമേള ആയുർ അത്ലനിൽ കണ്ണൂർ ജില്ലയ്ക്ക് ചരിത്ര വിജയം. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 280 പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ഹാട്രിക് വിജയം കരസ്ഥമാക്കിയത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് സോൺ സംഘടിപ്പിച്ച കായികമേള ആയുർ അത്ലനിൽ കണ്ണൂർ ജില്ലയ്ക്ക് ചരിത്ര വിജയം. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 280 പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ വിജയം നേടിയത്. ഇത് 3-ാം തവണയാണ് കണ്ണൂർ വിജയം നേടുന്നത്. കോഴിക്കോട് സോണിന് കീഴിലുള്ള കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ആതിഥേയരായ കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് കായികമേളയിൽ മാറ്റുരച്ചത്. വിവിധ അത്ലറ്റിക് ഇനങ്ങളിലും ഗെയിംസുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കണ്ണൂർ ടീം തുടക്കം മുതൽ തന്നെ പോയിന്റ് നിലയിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരവും സ്വീകരണവും ഹോട്ടൽ ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഹോട്ടൽ നവരത്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ നവരത്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിലും യൂണിറ്റുകളിലുമെല്ലാം ഇതുപോലുള്ള സ്വീകരണ പരിപാടികൾ നടക്കുന്നുണ്ട്. തലശ്ശേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും നല്ല ശുചിത്വവും അതുപോലെ തന്നെ മറ്റ് ഏറ്റവും നല്ലൊരു നഗരസഭയായിട്ട് മാറുവാൻ, ഈ നഗരസഭയോട് ഒത്തുനിന്ന് പ്രവർത്തിക്കുവാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് അടക്കമുള്ള കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ എല്ലാ സഹകരണവും എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യമായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് തുടങ്ങുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. ഇതിനകത്ത് കണ്ടതാണ്. അങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവരോട് പറയുവാനുള്ളത്, നമ്മുടെ കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയം തന്നെ കേരളത്തിലെ മുഴുവൻ നഗരപ്രദേശങ്ങളിലും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഒരു ഫുഡ് സ്ട്രീറ്റ് തുടങ്ങുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് അനധികൃത ഭക്ഷണ വ്യാപാര വിതരണ കേന്ദ്രങ്ങളാണ്. തലശ്ശേരി യൂണിറ്റ് വർക്കിംഗ് വൈസ് പ്രസിഡന്റ് KP ഷാജി അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർമാൻമാരായ ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സൺ V സതി എന്നിവരെയും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ COT ഷബീർ, ഹൻറി ആന്റണി, K അഷ്റഫ്, MV സ്മിത, ഭാരതി, KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ, KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ, ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ, ജില്ലാ പ്രസിഡന്റ് KN ഭൂപേഷ്, ഓഫീസ് സെക്രട്ടറി KK ദിനേശൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. KHRA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KN ഭൂപേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി CPN നൌഫൽ, V രാജേഷ്, K ജയചന്ദ്രൻ, K അശോകൻ, ഹരീഷ് എന്നിവർ സംസാരിച്ചു. 550ഓളം വരുന്ന ഹോട്ടൽ ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. OVCC കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററും ചേർന്ന് സ്ട്രോക്ക് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കരായ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കരായ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നും മതിയായ ചികിത്സ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി വ്യക്തികൾ അതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം ഇതിന് ഒരു സഹകരമാവുന്ന തർക്കവുമില്ല. മറ്റൊരു കാര്യം ഡയാലിസാണ്. തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇന്നലെ ഞാൻ ഏതൊരു ആൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ 125 പേര് ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം 125 പേര് ലിസ്റ്റിലുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിനകത്തൊരു ഡയാലിസിസ് സംവിധാനത്തിലേക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെയുള്ള തറവാട് എന്ന് പറയുന്ന ആ ചാരിറ്റി സൊസൈറ്റിക്കാരും അവരിലും അത്ര തന്നെ പേര് ക്യൂലാണ്. എവിടെ നോക്കിയാലും ഡയാലിസിസ് സെൻ്ററിലെ ഈ
ആളുകളുടെ തിക്കും തിരക്കും കാണുന്നുണ്ട്. എത്ര ഡയാലിസിസ് മെഷീൻ ഉണ്ടായാലും ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുകയാണ്. OBCC കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് സീക്കോ സിയാദ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കരായ് ചന്ദ്രശേഖരനെയും വാർഡ് കൗൺസിലർ ഷാലിമ ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു. തീർച്ചയായും നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. OBCC കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ തെറാപ്പി സെന്ററിന്റെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത അസ്ലം മെഡ്നോവ, മുഹമ്മദ് ഷാനിദ് എന്നിവരെയും അംഗങ്ങളുടെ മക്കളിൽ സ്റ്റേറ്റ് കലോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെയും ആദരിച്ചു. തലശ്ശേരിയിലെ സീനിയർ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ രാജീവ് നമ്പ്യാർ എന്താണ് സ്ട്രോക്ക് എന്നതിനെക്കുറിച്ചും സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് തണൽ ദയ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കമ്മ്യൂണിറ്റി സൈക്കാട്രി ഹെഡ് ഡോക്ടർ ലുക്മാൻ ഷാ, തറവാട് ഫിസിയോ ന്യൂറോ റീഹാബ് സെന്ററിലെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആഷിഖ് അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഋതിക് ജിത്ത് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്നിവയെക്കുറിച്ചും ക്ലാസ് എടുത്തു. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 4 മണിക്കൂറുണ്ടല്ലോ, ഇനി ഒരു 3 മണിക്കൂറാകുമ്പോൾ പോകാമെന്ന് വെച്ചിരുന്നാൽ ആ സമയത്തുള്ള നെർവ്സ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക, എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക, അത്രയും നിങ്ങൾക്ക് നല്ലത്. മനസ്സിലോർത്താൽ മതി, 1 മിനിറ്റിൽ 1,00,000 ന്യൂറോൺ, ആകെയുള്ളത് 1000 കോടി ന്യൂറോൺ. അപ്പോൾ ഒരിക്കലും സമയത്തിൻ്റെ പ്രാധാന്യം അതാണ് നമ്മൾ ബി ഫാസ്റ്റ് എന്ന് പറയുന്നതിൽ സിംറ്റംസിൻ്റെ കൂടെ ടൈമിൻ്റെ പ്രാധാന്യം കൊടുക്കാനാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം പ്രധാനമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഇന്ന് ഇവിടെ വന്ന ഈ ക്ലാസ് വിജയകരമായി. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4.5 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്കിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. നിങ്ങൾ ചെറിയതാണെങ്കിലും കൊടുക്കേണ്ടി വരും, കാരണം കൂടി വരാനാണ് പോകുന്നത്. ഒരു നാട്ടിൽ സ്ട്രോക്ക് വന്ന അല്ലെങ്കിൽ കിടപ്പിലായ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? ഈ ആളുകളുടെ ഒരു കൂട്ടായ്മ, നമ്മളതല്ല, ഈ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ആ കൂട്ടായ്മയിൽ ഇവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒത്തുചേരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അല്ലേ? നമ്മൾ അതേ ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് സമാധാനമാണോ? 2 ആളെ പ്രശ്നം തീരണമെന്നൊന്നുമില്ല. നമ്മൾ അതേ ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടാൽ നമുക്കൊരു സമാധാനമല്ലേ? ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം മാറിയില്ലെങ്കിലും മനസ്സിനൊരു ആശ്വാസം കിട്ടും. നമ്മൾ അതേ ബുദ്ധിമുട്ടുള്ള വീട്ടുകാരെ കണ്ടാൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? അപ്പം എന്താ, ഇങ്ങനത്തെ കൂട്ടായ്മകൾ ഉണ്ടായാൽ ആ രോഗിക്ക് മാത്രമല്ല ആ കുടുംബത്തിനും സമാധാനമാണ്. ഈ കൂട്ടായ്മ അല്ലെങ്കിൽ കൂടിച്ചേരലുകൾ കുടുംബക്കാരെ വീട്ടുകാരുടെ കൂടിച്ചേരലുകളും അതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും നടത്തണം. നമ്മുടെ ബ്രെയിനിന് 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൈറ്റും ലെഫ്റ്റും. നമ്മുടെ റൈറ്റ് സൈഡ് ഏത് സൈഡായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡ്. അത് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ, ഈ സൈഡിൽ, ഈ സൈഡിൽ, ഈ സൈഡിൽ. അല്ലാത്ത ഓരോ ഏരിയാസും ഡിവൈഡ് ചെയ്യുന്നത് ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഓരോ ഏരിയാസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. തറവാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സമീർ കോയക്കുട്ടി, തറവാട് ഫിസിയോ റീഹാബ് സെന്റർ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, സെക്രട്ടറി TM ഹാരിസ്, CV ഷാജിർ എന്നിവർ സംസാരിച്ചു. ബുഹാരി ബിൻ അബ്ദുൽ ഖാദർ സ്വാഗതവും OBCC കൾച്ചറൽ സെന്റർ സെക്രട്ടറി KM അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471.
ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല വാർഷികാഘോഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉദ്ഘാടനം ചെയ്തു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല വാർഷികാഘോഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉദ്ഘാടനം ചെയ്തു. എന്റെ പടച്ചോൻ നിന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. കവി അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നോടും നിങ്ങളോടും. ആ നാടിനെ കണ്ടവരുണ്ടോ? ഉണ്ടോ? ഓണസദ്യ കഴിക്കുന്നത് ഹറാമാണെന്ന് ഒരു ഭാഗത്ത് നിന്ന് അല്ലേ പറയാ, ഓണസദ്യ കഴിക്കരുത്, അത് ഹറാമാണ്. ഇപ്പുറത്തുനിന്ന് പറയാ ക്രിസ്മസ് കരോളിന് പോവാൻ പാടില്ല. എന്റെ തീന്മേശയിലേക്ക്, എന്റെ നിസ്കാര റൂമിലേക്ക്, എന്റെ പൂജാ റൂമിലേക്ക് നിനക്ക് ഒരു കാരണവശാലും വരാൻ അവകാശമില്ല. നോ എന്ന് പറയണം. അതായിരിക്കണം ഈ വേളകളിലെല്ലാം നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധികളായ കെ അഷ്റഫ്, എം മഹേഷ് കുമാർ, കെ രാഘവൻ, വി വിനോദൻ, എം റഫ്സീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കണ്ണൂർ സംഘകല അവതരിപ്പിച്ച കതിവന്നൂർ വീരൻ എന്ന വിൽ കലാമേളയും പ്രാദേശിക കലാവിരുന്നും അരങ്ങേറി.
പോയോ തുണിയും വാങ്ങിക്കൊണ്ട് കൊടുത്ത് കുളിപ്പിച്ചിട്ട് കുട്ടീനെ ഇവനെ കാണിച്ച് ആത്തേക്ക് കൊണ്ടുപോയിനോടോ. പിന്നെ അതാ നേഴ്സ് അങ്ങോട്ട് വായിന്ന് ഡോക്ടർ ഇങ്ങോട്ട് ആ കുട്ടീന്റെ കളറ് മാറുന്നു പോലും. ഞാൻ നേരത്തെ മഞ്ഞാന്ന് ഇപ്പൊ സർവ കുട്ടിയേക്കും മഞ്ഞാന്ന്. അയ്യോ ഇത് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള പഞ്ചായത്ത് അംഗങ്ങളെയും മുൻ അംഗങ്ങളെയും ആദരിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനവും ആദരസമർപ്പണവും നടത്തി. മൊകേരി ഗ്രാമപഞ്ചായത്തിൽ വികസന ചർച്ചയും അംഗങ്ങളെയും മുൻ അംഗങ്ങളെയും ആദരിക്കൽ ചടങ്ങും നടന്നു. മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനു വേണ്ടി 1979 മുതലുള്ള അംഗങ്ങളും പുതിയ അംഗങ്ങളും ഒത്തുചേർന്നു. KP മോഹനൻ MLA ഉദ്ഘാടനവും ആദരസമർപ്പണവും നടത്തി. അന്ന് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അന്ന് മൊകേരി ഗ്രാമപഞ്ചായത്ത് കേവലം 8 കിലോമീറ്റർ ദൂരം മാത്രമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നമ്മുടെ മൊകേരി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ച ശ്രീ CP രാജൻ പിന്നെ കേരളത്തില് നടക്കിലുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. പക്ഷെ അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പൈതൃകമായി ലഭിച്ച ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൃഷി, ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ചർച്ചകൾ പല ഗ്രാമപഞ്ചായത്തിലും നടന്നു വരുന്നില്ല. അത് നിർബന്ധമാക്കണം. നമ്മളൊക്കെ തന്നെ ജീവിച്ചതും വളർന്നതും ഒക്കെ തന്നെ നമ്മളെ അപ്പൂപ്പന്മാരെയും ഉപ്പാപ്പന്മാരെയും ഒക്കെ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ തന്നെ ഒരു കാലത്ത് കൃഷി മാത്രം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ പിന്നിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൃഷിയെക്കുറിച്ച് പറയാനോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനോ മുന്നോട്ട് വരുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജനപ്രതിനിധികളടക്കം മുന്നോട്ട് വരുന്നില്ല എന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP റഫീഖ്, പ്രവീണ, PTK പുഷ്പ എന്നിവർ സംസാരിച്ചു. മുൻ പ്രസിഡന്റുമാരായ CC പുരുഷു, CK ശശിധരൻ, P സരോജിനി, TP രാജൻ, T വിമല, P വത്സൻ എന്നിവരും മുൻ അംഗങ്ങളായ A ദിനേശൻ, KP മുഹമ്മദ്, N മുഹമ്മദ്, അബൂബക്കർ ഹാജി, ജിഷ, V പ്രിയേഷ്, അനിൽ ബള്ളിയായി, P അനിത, മുകുന്ദൻ, ലസിത, രാജീവൻ കുലോത്ത് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി പ്രീത ചെറുവളപ്പ് സ്വാഗതം പറഞ്ഞു. പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി SYS സ്വാന്തനം കടവത്തൂരിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വെഹിക്കിൾ നാടിന് സമർപ്പിച്ചു. N അഷ്റഫ് സഖാഫി കടവത്തൂർ ഉദ്ഘാടനം ചെയ്തു. SYS സ്വാന്തനം കടവത്തൂർ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി സജ്ജീകരിച്ച പാലിയേറ്റീവ് വെഹിക്കിൾ നാടിന് സമർപ്പിച്ചു. കടവത്തൂർ സ്വാന്തനം ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് N അഷ്റഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. സ്നേഹ സഹോദരന്മാരുടെ സഹൃദയരായ എല്ലാ നാട്ടുകാരുടെയും സഹോദരന്മാരുടെയും സഹായ സഹകരണങ്ങളുടെയും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും പരിഗണിച്ചുകൊണ്ട് ചൊക്ലി ബൈത്തു സക്കാത്ത് നടത്തിവരുന്ന ഒരു വർഷം ഒരു വീട് പദ്ധതി പ്രകാരം നടത്തുന്ന ഈ വർഷത്തെ 2 വീടിന്റെ താക്കോൽദാനം ചൊക്ലി മേനപ്രത്ത് നടന്നു. വീടുകളുടെ താക്കോൽദാനം YM അലി ഹാജി, KC മുഹമ്മദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചൊക്ലി ബൈത്തു സക്കാത്ത് നടത്തിവരുന്ന ഒരു വർഷം ഒരു വീട് പദ്ധതി പ്രകാരമാണ് ഈ വർഷത്തെ 2 വീടിന്റെ താക്കോൽദാനം നടന്നത്. ചൊക്ലി മേനപ്പുറത്താണ് വീടുകൾ നിർമ്മിച്ചത്. ഒരു വർഷം ഒരു വീട് പദ്ധതി പ്രകാരം ഈ വർഷം നിർമ്മിച്ച 2 വീടുകളുടെ താക്കോൽദാനം YM അലി ഹാജി, KC മുഹമ്മദ് എന്നിവർ നിർവഹിച്ചു.
ചൊക്ലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സക്കാത്ത് ശേഖരണം വിതരണം എന്ന ഒരൊറ്റ അജണ്ട മാത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ചൊക്ലി ബൈത്ത് സക്കാത്ത്. അത് തന്നെ ഏതൊരു പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെയോ സംഘടനയുടെയോ ഒന്നും പിൻബലമില്ലാതെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഐക്യവേദി കൂടിയായിട്ടുള്ള ഈ ഒരു സംരംഭത്തെ അള്ളാഹു അനുദിനം വിജയിപ്പിച്ചു നൽകുന്നു എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. നമ്മൾ 7 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഒരു വർഷം ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 7ാമത്തെ വീടാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് നമുക്കിത് 9ാമത്തെ വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റേ ചില സംഘടനകളൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു വർഷം ഒരു വീട് പദ്ധതി എന്നൊക്കെ പലരും പറയും, പക്ഷേ അതൊന്നും നടപ്പിലാകാറില്ല. പക്ഷേ ഇത് നടപ്പിലാക്കിയത് അള്ളാഹു തന്നെ തീരുമാനിച്ചത് 1 പോരാ 2 വേണമെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ആ തീരുമാനം നമുക്ക് ഇരു കൈയും കൂട്ടി നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ വീട് അതിൻ്റെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ ഒട്ടേറെ പ്രയത്നങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മറ്റും പ്രവർത്തനം നടത്തിയ എത്രയോ വ്യക്തികൾ ഉണ്ട്. എല്ലാവരെയും പടച്ചവൻ്റെ കാരുണ്യം അവർക്ക് വർഷിക്കുമാറാകട്ടെ. പദ്ധതി ആരംഭിച്ച് 7 വർഷമാകുമ്പോൾ 9 വീടുകളാണ് സംഘടന നിർമ്മിച്ചു നൽകിയത്. കൂടാതെ 50 കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ച് പരിഹാരങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. കെ അസീസ് മാസ്റ്റർ, ടി.പി. ഇബ്രാഹിംകുട്ടി, പി. ഖാദർ മാസ്റ്റർ, കെ. കുഞ്ഞുമൊയ്ത് മാസ്റ്റർ, എം. അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം.
BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം, സുബേദാർ KK സായൂജ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം, സുബേദാർ KK സായൂജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തി. ഡോക്ടർ ഗീത, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ AK രാജേഷ്, വിജിലൻസ് ഓഫീസർ സുരേഷ് കുമാർ, ഡൊമിനിക്, ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മധുരപലഹാര വിതരണവും നടത്തി. മാഹിയിലെ പ്രമുഖ തറവാടായ കണ്ടോത്തുപൊയിൽ കുടുംബാംഗങ്ങളുടെ സംഗമം നടന്നു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാഹിയിലെ പ്രമുഖ തറവാടായ കണ്ടോത്തുപൊയിൽ കുടുംബാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാ ആളുകളും ഏതെങ്കിലും ഒരിടത്ത് ഒരു ദിവസം പൂർണ്ണമായി തന്നെ ചെലവഴിക്കുകയും ഓണം ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യാത്രകൾ നടത്താറുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ കുടുംബയാത്രകൾ നടത്താറുണ്ട്. അവിടെ ആ ഘട്ടങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ ധാരാളം ഫംഗ്ഷനുകൾ പല വീടുകളിലായി നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം കാരണസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ തറവാട്ടിൻ്റെ നിലവിളക്കായികളുടെ മുമ്പിൽ ജയിച്ച് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ, ഉദാരമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ, സ്നേഹം വഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കണ്ടോത്തുപൊയിൽ ശ്രീധരേട്ടൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹം. കാരണം ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പലപ്പോഴും അനുവദിക്കാതിരുന്നിട്ടും അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മോടൊപ്പം എല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് ഏത് നല്ല കാര്യത്തിനും ഒരു വിഘാതവും പറയാതെ അത് നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വിട്ടുതരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് യൗവനോർജം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. KP സജീവൻ അധ്യക്ഷനായി. മാഹി പോലീസ് ഇൻസ്പെക്ടർ P. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 77ാം പിറന്നാൾ ആഘോഷിക്കുന്ന തറവാട്ടുകാരനവർ KP ശ്രീധരനെ KP ലക്ഷ്മണൻ പൊന്നാടിയും ഉപഹാരവും നൽകി ആദരിച്ചു. കമലേഷ്, KP രമേശൻ, T. ശശികുമാർ, ലിജി, K. ബീന, അനന്തൻ മാസ്റ്റർ, കൃഷ്ണദാസ്, ഷെറിൻ, ഷീന, ഗോകുൽ, നന്ദിത തുടങ്ങിയവർ സംസാരിച്ചു. 5 തലമുറയിലെ കുടുംബാംഗങ്ങളാണ് സംഗമിച്ചത്. KP ശ്രീധരന് പുറമെ സുഷിൻ, അഗെയിൻ എന്നിവരുടെയും പിറന്നാൾ ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചൊക്ലി നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. 10 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ചൊക്ലി നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. 10 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്.
മഹോത്സവത്തിന്റെ ഭാഗമായി 8 നാളുകളിലും വിവിധ കലോത്സവങ്ങൾ നടന്നു. 1500-ലേറെ കലാകാരന്മാർ വിവിധ ദിവസങ്ങളിലായി വേദിയിലെത്തി. വർണ്ണമനോഹരമായ ഘോഷയാത്രയും ഉണ്ടായി. വർണ്ണശബളമായ ഈ ഘോഷയാത്ര ഒരു സാംസ്കാരിക വിളംബരമായി മാറും. നമ്മുടെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന ചടുലമായ നിശ്ചല ദൃശ്യങ്ങൾ. തുണയിവിടാരുമില്ല ആരുമില്ല പൊന്നയ്യപ്പനെ. അങ്ങകലെ മലമേലെ എന്റെ സന്നിധാനം, ഇങ്ങിവിടെ താഴ്വരയിൽ എന്നേകാന്ത സഞ്ചാരം. കളമേ കാറും പേറണം കണകാനനനാദമിതേ, കരിയേറിയ പൂങ്കുനമുള്ളിൽ നീറണ കേളികളാടിയവൻ, കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിലീറ്റണു കാലനവൻ. കരിയമ്പിനും അമ്പരമമ്പിളിനേരിലും അമ്പരമേറ്റിലുമേന്തണതുമ്പിനു പുകയിതു പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിട്ട് ചെറുപ്പവും ചൂരും കെട്ടിപ്പോകും നേരം തീരം കാണാൻ ആടിത്താറി താളം കെട്ടിക്കേളം തീരം തീയിൽ തീരുന്നോ. ന്യൂമാഹി കുറിച്ചിയിൽ ഈയത്തുങ്കാട് ബാണംകുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശവും തിറയുത്സവവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
കുറിച്ചിയിൽ ഈയത്തുംകാട് ബാണംകുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ ഉത്സവവും 3 ദിവസത്തെ തിറയുത്സവവും നടന്നു. ബാണംകുന്നുമ്മൽ തറവാട്ടിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് തിരുവങ്ങാട് കാർത്തികേയനും അഭയകൃഷ്ണയും അവതരിപ്പിച്ച ഇരട്ട തായമ്പക അരങ്ങേറി. ഡോക്ടർ കെ വി ശശിധരന്റെ പ്രഭാഷണവും നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ബാണംകുന്നുമ്മൽ പത്മനാഭന്റെയും കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. 51 പരം കലാകാരന്മാർ അവതരിപ്പിച്ച പഞ്ചാരിമേളം, പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ കർമ്മം, പ്രസാദവൂട്ട്, പാണ്ടിമേളം, ന്യൂമാഹി CDS ശ്രുതിലയം വനിതകളുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള കുനിയിൽ കൂറ്റേരി കുനിയിൽ നിന്നുള്ള താലപ്പൊലി ഘോഷയാത്ര എന്നിവ നടന്നു. കുറ്റിക്കുന്നുമ്മൽ തറവാട്ടിൽ നിന്നും ഷൈമ മോഹന്റെ വകയുള്ള പീഠം സമർപ്പണം താലപ്പൊലി ഘോഷയാത്രയോടൊപ്പം ചേർന്ന് ക്ഷേത്രത്തിൽ സമാപിച്ചു. വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടം, ഗുളികൻ, ഗണ്ടാകർണൻ, കുട്ടിച്ചാത്തൻ, വസൂരിമാല തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടി. പ്രസാദവൂട്ടും നടന്നു. CT പ്രഷീന, KK പുഷ്പലത, KP സവിത, ഷൈജു, KC ബാബു, കുളവട്ടത്ത് പുഷ്പ, ഉഷ കണ്ണിന്റെവട, NV സുഷമ, ബാണംകുന്നുമ്മൽ തറവാട്ടംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. സ്വർണ്ണക്കടത്തിൽ പിടിയിലായവരെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള സമീപനമാണ് പോലീസ് ചെയ്യുന്നതെന്നും മാർട്ടിൻ ജോർജ്. തലശ്ശേരി പ്രസ് ഫോറത്തിൽ സജ്ജീകരിച്ച മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു. റബ്കോ ചെയർമാൻ കരൈ രാജൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച്. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.